എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ 5ാമത്തെ ചാപ്റ്റർ ആയ സോൾജേഴ്സ് ഓഫ് ഡിഫൻസ് എന്ന ചാപ്റ്ററിന്റെ മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നോക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൂടെ ഒരുമിച്ച് പറയാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ വലിയൊരു വീഡിയോ ആയി പോകുന്നു. സോ നമുക്ക് ഇന്ന് മോഡൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. അത് കഴിഞ്ഞ് അടുത്ത ഒരു വീഡിയോയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ സോൾജേഴ്സ് ഓഫ് ഡിഫൻസ് എന്ന ഈ ചാപ്റ്ററിലെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കണ്ടു നോക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കൂ. റൈറ്റ് ഡൗൺ ദി കറക്റ്റ് വൺസ് among the following statements related to defense. Specific defense is the mechanism where monocytes engulf the pathogens. മോണോസൈറ്റുകൾ പാത്തജൻസിനെ എൻഗൾഫ് ചെയ്ത് നശിപ്പിക്കുന്നത് സ്പെസിഫിക് ഡിഫൻസ് ആണ് എന്നാണ് പറയുന്നത്. ആണോ? അല്ല. ഈ സ്പെസിഫിക് ഡിഫൻസിൽ വരുന്നത് ലിംഫോസൈറ്റുകളുടെ ആക്ഷൻ ആണ് അല്ലെ. ഈ ആന്റിബോഡികളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് ശരിക്കും സ്പെസിഫിക് ഡിഫൻസിൽ വരുന്നത്. അപ്പൊ ഇത് തെറ്റാണ്. നമുക്ക് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളതാണ് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. ദെൻ നോക്കൂ. ഫസ്റ്റ് ലെവൽ ഡിഫൻസ് ഈസ് ദ മെക്കാനിസം ദാറ്റ് പ്രിവെന്റ്സ് ജേംസ് ഫ്രം എൻറ്ററിംഗ് ദി ബോഡി. ബോഡിയിലേക്ക് ജേംസ് എൻ്റർ ചെയ്യുന്നതിന് തടയുന്നതാണ് ഫസ്റ്റ് ലെവൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അത് ശരിയാണ് അല്ലെ. ഇപ്പൊ നമ്മളുടെ സ്കിന്ന് അതുപോലെ തന്നെ നമ്മളുടെ സലൈവയിലുള്ള ലൈസോസൈം, അങ്ങനെ ഇയറിൽ കാണപ്പെടുന്ന ഇയർ വാക്സ് പോലെയുള്ള സബ്സ്റ്റൻസുകളൊക്കെ നമ്മളുടെ ബോഡിക്ക് അകത്തേക്ക് പാത്തജൻസ് വരുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഏതിലാ വരുന്നത്? ഫസ്റ്റ് ലെവൽ ഡിഫൻസിലാണ് വരുന്നത്. സോ ഈ ബി എന്താണ്? ശരിയാണ്. അപ്പൊ ഈ ഉത്തരം 1 എന്ന് പറയുന്നത് ബി ആണ്. നെക്സ്റ്റ്, ഫസ്റ്റ് ലെവൽ ഡിഫൻസ് ഈസ് എ പാർട്ട് ഓഫ് സ്പെസിഫിക് ഡിഫൻസ് എന്നാ പറയുന്നത്. സ്പെസിഫിക് ഡിഫൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. എന്താണ് സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്പെസിഫിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് നശിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ പാത്തജൻ വരുന്ന പാത്തജൻ ഏതാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അതിനെ സ്പെസിഫിക് ആയിട്ട് നശിപ്പിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ആണ് സ്പെസിഫിക് ഡിഫൻസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ലെവൽ ഡിഫൻസ് സ്പെസിഫിക് ഡിഫൻസിന്റെ പാർട്ടാണോ? അല്ല. ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പാത്തജൻ വരികയാണെങ്കിലും നമ്മുടെ ബോഡിക്ക് അകത്തേക്ക് വരാൻ ശ്രമിക്കുകയാണെങ്കിലും ഫസ്റ്റ് ലെവൽ ഡിഫൻസ് മെക്കാനിസം നടക്കും. സോ അത് സ്പെസിഫിക് അല്ല. സോ സി തെറ്റാണ്. നെക്സ്റ്റ് നോക്കൂ. സെക്കൻഡ് ലെവൽ ഡിഫൻസ് ഈസ് ദ മെക്കാനിസം ദാറ്റ് ഡിസ്ട്രോയ്സ് ദ ജേംസ് ദാറ്റ് ഹാവ് എന്റേർഡ് ദി ബോഡി. അത് ശരിയാണ് അല്ലെ. നമ്മളുടെ ബോഡിക്ക് അകത്തേക്ക് വരുന്ന, അതായത് ഫസ്റ്റ് ലെവൽ ഡിഫൻസിനെയൊക്കെ തകർത്ത് നമ്മളുടെ ബോഡിക്ക് അകത്തേക്ക് വരുന്ന പാത്തജൻസിനെ നശിപ്പിക്കാനായിട്ടുള്ളതാണ് ഈ സെക്കൻഡ് ലെവൽ ഡിഫൻസ് എന്ന് പറയുന്നത്. സോ ഡി ശരിയാണ്. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് ഡിയും ബിയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് among the following is the odd one and why. അപ്പൊ ഇതിൽ odd one ഏതാണ്, അത് എന്തുകൊണ്ടാണെന്നുള്ളതും പറയണം. The mucus of trachea destroys the pathogens. The wax in the ear destroys the pathogens. Neutrophil destroys pathogen by engulfing them. Lysozyme present in saliva destroys pathogens. ഇതില് മ്യൂക്കസ്, അതായത് ട്രക്കിയയിൽ കാണപ്പെടുന്ന മ്യൂക്കസ്, ഇയറിലെ ഇയർ വാക്സ്, അതുപോലെ തന്നെ സലൈവയിൽ കാണപ്പെടുന്ന ലൈസോസൈം, ഇതൊക്കെ ഫസ്റ്റ് ലെവൽ ഡിഫൻസിന്റെ ഭാഗമാണ് അല്ലെ. എന്നാൽ ന്യൂട്രോഫിൽ എൻഗൾഫ് ചെയ്ത് നശിപ്പിക്കുന്ന ആ ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് പാത്തജൻസിനെ നശിപ്പിക്കുന്നത് സെക്കൻഡ് ലെവൽ ഡിഫൻസിൽ വരുന്നതാണ്. നമ്മുടെ ബോഡിക്ക് അകത്തേക്ക് വന്നതിന് നശിപ്പിക്കാനുള്ള ഒരു മെക്കാനിസം ആണ്. സോ ഇവിടെ സി ആണ് ഓഡ് വൺ. കാരണം എന്താണ്? ബാക്കിയെല്ലാം ഫസ്റ്റ് ലൈൻ ഡിഫൻസിന്റെ മെക്കാനിസത്തിൽ വരുന്നതാണ്. All the others are coming under first line body defense. Observe the given illustration and answer the following questions. Which is the process indicated in the illustration? ഇത് ഏതാണ്? Phagocytosis ആണ് അല്ലെ. Which are the white blood cells involved in the process? മോണോസൈറ്റ്സും ന്യൂട്രോഫിൽസും ആണ് കേട്ടോ. Is it a specific defense mechanism? Justify. അത് സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം അല്ല. കാരണം വരുന്ന പാത്തജൻ ഏതാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ടൊന്നും അല്ല ഫാഗോസൈറ്റോസിസിലൂടെ നശിപ്പിക്കുന്നത്. ഇപ്പൊ ഫാഗോസൈറ്റോസിസ് ആണ് ആ പ്രോസസ്സ്. മോണോസൈറ്റ്സും ന്യൂട്രോഫിൽസും ആണ് ഈ ഫാഗോസൈറ്റോസിസ് കാണിക്കുന്ന വൈറ്റ് ബ്ലഡ് സെല്ലുകള്. ഇത് സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം അല്ല. കാരണം ഈ പാത്തജൻസ് വരുന്നതിന് നമ്മൾ ഇങ്ങനെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കി അത് ഏതാണ് എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടല്ല നശിപ്പിക്കുന്നത്. അപ്പൊ ഫാഗോസൈറ്റോസിസിലെ ഏത് പാത്തജൻ ആണെങ്കിലും അത് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അത് ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കിയിട്ടൊന്നും അല്ല അത് ചെയ്യുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ യൂസ് ഓഫ് സം മോഡേൺ എക്യുപ്മെന്റ്സ് ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദി എക്യുപ്മെന്റ്സ്. ടു റെക്കോർഡ് ഇലക്ട്രിക് വേവ്സ് ഇൻ ദി ബ്രെയിൻ. ടു റെക്കോർഡ് ഇലക്ട്രിക് വേവ്സ് ഇൻ ദി ഹാർട്ട് മസിൽ. ടു അണ്ടർസ്റ്റാൻഡ് ദി സ്ട്രക്ചർ ഓഫ് ഇന്റേണൽ ഓർഗൻസ് യൂസിംഗ് അൾട്രാസോണിക് സൗണ്ട് വേവ്സ്. ഇതില് ബ്രെയിനിലെ ഇലക്ട്രിക് വേവ്സിനെ റെക്കോർഡ് ചെയ്യുന്നത് ഏത് എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ടാണ്? ഇലക്ട്രോ എൻസെഫലോഗ്രാം യൂസ് ചെയ്തിട്ടാണ് അല്ലെ, EEG. ദെൻ ഹാർട്ട് മസിൽസിലെയോ ECG ആണ്, ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. പിന്നെ നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ സ്ട്രക്ചർ മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് അത് അൾട്രാസോണിക് സൗണ്ട് വേവ്സ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ അൾട്രാസൗണ്ട് സ്കാനർ ആണ് ആൻസർ വരുന്നത്. Filling the blanks by observing the relationship in the first pair. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ അതേപോലെ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് അതുമായി ബന്ധപ്പെട്ട് വരുന്നത് തന്നെയാണ്. EEG to record electric waves in the brain. ECG to record electric waves in the heart muscles. Given below is the picture of white blood cells which are parts of specific defense. Identify A and B. A, B ഇത് ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഇതിൽ A എന്ന് പറയുന്നത് T ലിംഫോസൈറ്റും B എന്ന് പറയുന്നത് B ലിംഫോസൈറ്റും ആണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് T ലിംഫോസൈറ്റും B ലിംഫോസൈറ്റും തമ്മിലുള്ള വ്യത്യാസം പഠിക്കുക മാത്രം ചെയ്താൽ പോരാ, ആ പിക്ചർ കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ കൂടെ പഠിക്കണം. വാട്ട് ഈസ് ദ റോൾ ഓഫ് A ഇൻ സ്പെസിഫിക് ഡിഫൻസ്? അതായത് A എന്ന് പറയുന്നത് T ലിംഫോസൈറ്റ് ആണ്. ഇവ വൈറസ് ബാധിക്കുന്ന അതുപോലെ തന്നെ ക്യാൻസർ ഉള്ള സെല്ലുകളെയൊക്കെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. വൈറസ് അഫക്റ്റഡ് ആയിട്ടുള്ള സെല്ലുകളെ, ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകളെയൊക്കെ നശിപ്പിക്കാനായിട്ട് ആര് സഹായിക്കുന്നു? ഈ T ലിംഫോസൈറ്റുകൾ സഹായിക്കുന്നു. ഗിവ് എനി വൺ ഡിഫറൻസ് ബിറ്റ്വീൻ A ആൻഡ് B. എന്താണ് ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്? T ലിംഫോസൈറ്റുകൾ തൈമസ് ഗ്ലാൻഡിൽ വെച്ചും B ലിംഫോസൈറ്റുകൾ ബോൺ മാരോയിൽ വെച്ചുമാണ് മെച്ചുർ ആവുന്നത്. അപ്പൊ നിങ്ങളത് TB ആ അക്ഷരം വെച്ചിട്ട് തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ നമ്മള് A ആൻസർ ഓൾറെഡി പറഞ്ഞതാണ്. ബിയിൽ വരുന്നതാണ് ക്യാൻസർ സെൽസിനെ നശിപ്പിക്കുന്നു, അതുപോലെ തന്നെ വൈറസ് അഫക്റ്റഡ് ആയിട്ടുള്ള സെല്ലുകളെയൊക്കെ നശിപ്പിക്കുന്നു എന്നുള്ളത്. പിന്നെ B ലിംഫോസൈറ്റുകൾ ബോൺ മാരോയിലാണ് മെച്ചുർ ആവുന്നത്. എവിടെയാണ്? ബോൺ മാരോയിലാണ്. T ലിംഫോസൈറ്റുകൾ തൈമസ് ഗ്ലാൻഡിലാണ് മെച്ചുർ ആവുന്നത്. അപ്പൊ നിങ്ങൾ T തൈമസ് ഗ്ലാൻഡ്, ബോൺ മാരോ B ആ അക്ഷരം വെച്ചിട്ട് പഠിക്കുക കേട്ടോ. സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു നോൺ സ്പെസിഫിക് ഡിഫൻസ് and specific defense are given below. Identify the types of defense and mark them using the letters N and S respectively. അപ്പോ ഇവിടെ നോൺ സ്പെസിഫിക് ഡിഫൻസിനെ കുറിച്ചും സ്പെസിഫിക് ഡിഫൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇതിലെ നോൺ സ്പെസിഫിക്കിന് N എന്നും സ്പെസിഫിക്കിന് S എന്നും കൊടുക്കണം. The cilia in bronchus wipe out dust that enters it. അത് നോൺ സ്പെസിഫിക് ആണ് അല്ലെ? വരുന്ന ഡസ്റ്റ് ഏതാണ് എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടാണോ അത് ചെയ്യുന്നത്? അല്ല, അതുകൊണ്ട് തന്നെ നോൺ സ്പെസിഫിക് ആണ്. Then B, destroy the bacteria disintegrating their cell membrane. അത് ആരാ ചെയ്യുന്നത്? ആന്റിബോഡീസ് ചെയ്യുന്നതാണ്. ആന്റിബോഡീസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഡിഫൻസിന്റെ ഭാഗമാണ്. സോ B സ്പെസിഫിക് ഡിഫൻസ് ആണ്. The rise in body temperature reduces the rate of multiplication of pathogens. പനി വരാറുണ്ട് അല്ലെ? നമുക്ക് ഏതെങ്കിലും ഒരു പാത്തജൻ നമ്മുടെ ബോഡിക്കകത്തേക്ക് എൻ്റർ ആയി കഴിയുമ്പോൾ പനി വരാറുണ്ട്. അത് നോൺ സ്പെസിഫിക് ഡിഫൻസ് ആണ്. ഏത് പാത്തജൻ വന്നാലും പനി വരും. ഓക്കെ, അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടും. B ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് certain chemical substances against antigens. B ലിംഫോസൈറ്റുകൾ ചില കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ? ഈ B ലിംഫോസൈറ്റുകളുടെ ആക്ഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക് ആണ്. സോ അതിന് നമ്മൾ S കൊണ്ട് സൂചിപ്പിക്കുന്നു. Eosinophil produce chemical substances needed for inflammatory responses. Inflammation എന്ന് പറയുന്നത് ഒരു നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം ആണ്. കാരണം ഏത് പാത്തജൻ വന്നാലും ഈ ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാവും. വരുന്ന പാത്തജൻ ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമൊന്നും അല്ല ഇൻഫ്ലമേഷൻ ഓർ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാവുന്നത്. ഏതൊരു പാത്തജൻ വരുമ്പോഴും അത് ഉണ്ടാവും. സോ അത് നോൺ സ്പെസിഫിക് ആണ്. Then T lymphocytes destroys cancer cells. ലിംഫോസൈറ്റുകളുടെ ഞാൻ പറഞ്ഞു എപ്പോഴും എന്താണ്? സ്പെസിഫിക് ഡിഫൻസ് ആണ്. സോ അത് S ആണ്. Next, the enzyme lysozyme present in tears destroys germs.
അത് നോൺ സ്പെസിഫിക് ആണ് അല്ലേ, നോൺ സ്പെസിഫിക് ആണ്. T lymphocytes destroys cancer cells. ലിംഫോസൈറ്റുകള് സ്പെസിഫിക് ഡിഫൻസിന്റെ ഭാഗമാണ്. സോ S. Phagocytes engulf and destroy germs. അതും നോൺ സ്പെസിഫിക് തന്നെയാണ്. ഫാഗോസൈറ്റോസിസ് എന്താണ്, ഒരു നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്ന പ്രോസസ് ആണ്. Our body has the capacity to destroy germs. Those enter the body by breaking the first level defense. Write your comment on this statement. നമുക്കറിയാം നമ്മളുടെ ബോഡിക്കകത്ത് ഒരു ഫസ്റ്റ് ലെവൽ ഡിഫൻസ് ഉണ്ട് അല്ലെ, അതായത് ഏതൊരു പാത്തജൻ വരികയാണെങ്കിലും അതിനെ തടയാനായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട്. ചില സമയത്ത് ചില പാത്തജൻസ് ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് നമ്മളുടെ ബോഡിക്ക് അകത്തേക്ക് എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാനുള്ള മെക്കാനിസം നമ്മളുടെ ബോഡിക്കകത്തുണ്ട്. അപ്പൊ അത് എഴുതാനാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അതിൽ ഇവിടെ ഹിൻസ് തന്നിട്ടുണ്ട്. ഇൻഫ്ലമേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് WBCs, അതുപോലെ തന്നെ അവയുടെ ഫങ്ഷൻസ്, ഫാഗോസൈറ്റോസിസ്. അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഓരോ WBCsന്റെ ഫങ്ഷൻസും എടുത്ത് എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് കോമൺ ആയിട്ട് പറഞ്ഞു പോവാം. അപ്പോ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ. നമ്മളുടെ ബോഡിക്ക് അകത്തേക്ക് എത്തുന്ന പാത്തജൻസിനെ നശിപ്പിക്കാനായിട്ട് നമ്മളുടെ ബോഡിക്കകത്ത് ഒരുപാട് മെക്കാനിസം ഉണ്ട്. അതിൽ വരുന്നതാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ഇപ്പൊ വൂൺസിലൂടെയൊക്കെ എന്തെങ്കിലും പാത്തജൻ എത്തിക്കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ വഴി അതിനെ നശിപ്പിക്കുന്നു. ദെൻ അതുപോലെ തന്നെ ഡിഫറെന്റ് WBCs ഈ പാത്തജൻസിനെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാഗോസൈറ്റോസിസ് വഴി ഈ WBCസിൽ തന്നെ വരുന്ന ന്യൂട്രോഫിൽസും മോണോസൈറ്റ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എൻഗൾഫ് ചെയ്ത് പാത്തജൻസിനെ നശിപ്പിക്കുന്നുണ്ട്. The basis of blood grouping is the presence of antigens in red blood cells. Complete the table given below based on this statement. നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പിംഗ് നടത്തിയിരിക്കുന്നത് ഈ RBCസിൽ കാണപ്പെടുന്ന ആന്റിജൻസിന്റെ പ്രസൻസിനനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഇവിടെ ഒരു വ്യക്തിയുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. അതിൽ കാണപ്പെടുന്ന ആന്റിജൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതണം. A പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇവിടെ നോക്കൂ, D എന്ന് കൊടുത്തിട്ടുണ്ട് ഒരു എക്സാമ്പിളിൽ. അപ്പോൾ ആന്റിജൻ ഡിയുടെ പ്രസൻസ് കൂടി നമ്മളിവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. A പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ആന്റിജൻ എയും കാണപ്പെടുന്നു, പിന്നെ ആന്റിജൻ ഡിയും കാണപ്പെടുന്നു. A, D ആണ് അല്ലെ. ഇവിടെ ആന്റിബോഡി ഏതാ കാണുന്നുണ്ടാവുക, ആന്റിജൻ എ ആണ്. സോ ആന്റിബോഡി ഇവിടെ B ആണ്. ഇനി B നെഗറ്റീവ് ആണ്. B നെഗറ്റീവ് ആണ് അല്ലെ. നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അവിടെ B എന്ന ആന്റിജൻ ഉണ്ടാവില്ല, B എന്ന ആന്റിജൻ മാത്രമേ ഉള്ളൂ. B എന്ന ആന്റിജനും A എന്ന ആന്റിബോഡിയും. ഇനി AB പോസിറ്റീവ്. AB പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ആന്റിജൻ A ഉണ്ട്, ആന്റിജൻ B ഉണ്ട്, അതുകൂടാതെ ആന്റിജൻ ഡിയും ഉണ്ട്. AB പോസിറ്റീവ് അല്ലേ. ഇവിടെ ആന്റിബോഡികൾ ഏതൊക്കെയാ കാണുന്നുണ്ടാവുക, ആന്റിബോഡികൾ ഒന്നും കാണുന്നില്ല. ആന്റിബോഡികൾ ഇവിടെ കാണുന്നില്ല. ഇനി O നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആയതുകൊണ്ട് D എന്ന ആന്റിജൻ അവിടെ ഇല്ല. O എന്ന ഗ്രൂപ്പില് ആന്റിജൻസ് ഒന്നും കാണുന്നില്ല. ഓയിൽ എന്ത് കാണുന്നില്ല, ആന്റിജൻസ് ഒന്നും കാണുന്നില്ല. നെഗറ്റീവ് കൂടെ ആയതുകൊണ്ട് അവിടെ ഡിയും കാണുന്നില്ല അല്ലെ. സോ ആന്റിജൻസ് അവിടെ ഇല്ല. ആന്റിബോഡി ആണെങ്കിലോ എയും കാണുന്നുണ്ടാവും, ബിയും കാണുന്നുണ്ടാവും. ഇനി B പോസിറ്റീവ്, അതുകൊണ്ട് തന്നെ B എന്ന ആന്റിജനും D എന്ന ആന്റിജനും കാണപ്പെടുന്നു. ആന്റിബോഡി അവിടെ ഏതായിരിക്കും, A ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൗ ഡസ് ദ ആക്ഷൻ ഓഫ് ലിംഫോസൈറ്റ്സ് ഡിഫെൻഡ് against the antigens enter in our body? B ലിംഫോസൈറ്റുകൾ എങ്ങനെയാണ് ആന്റിജനെതിരെ പ്രവർത്തിക്കുന്നത്? ആന്റിജനെതിരെ അവർ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ. ആ പ്രോട്ടീൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആന്റിബോഡികൾ എന്ന് വിളിക്കുന്നത്. ഹൗ ഡസ് ദിസ് പെക്യുലാരിറ്റി ഓഫ് B lymphocytes is being utilized in making induced immunity in man? നമുക്കറിയാം ഇമ്മ്യൂണൈസേഷൻ ഓർ വാക്സിനേഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സിൽ ഈ B ലിംഫോസൈറ്റുകളുടെ ഈ ഒരു പെക്യുലാരിറ്റി എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലെ. അതിന്റെ ബേസിസ് എന്ന് പറയുന്നത് ഈ ഒരു B ലിംഫോസൈറ്റുകളുടെ പെക്യുലാരിറ്റി ആണ്. കാരണം നമ്മൾ ഈ വാക്സിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആന്റിജൻ ആയിട്ട് ആക്ട് ചെയ്യുകയും ഈ ആന്റിജനെതിരെ B ലിംഫോസൈറ്റുകൾ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ആന്റിബോഡി നമ്മുടെ ശരീരത്തിൽ തന്നെ നിലനിൽക്കുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ശരിക്കുള്ള ആന്റിജൻ നമ്മുടെ ശരീരത്തിനകത്തേക്ക് വരികയാണെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ ആര് നശിപ്പിക്കുന്നു, ഈ ആന്റിബോഡി നശിപ്പിക്കുന്നു. അപ്പൊ B ലിംഫോസൈറ്റുകള്
ആന്റിജനെതിരെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞത്? ആന്റിബോഡികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു കഴിവിനെയാണ് എവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? ഇമ്മ്യൂണൈസേഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇമ്മ്യൂണൈസേഷനിൽ വാക്സിൻസ് ആന്റിജനായിട്ട് ആക്ട് ചെയ്യുകയും ഈ ബി ലിംഫോസൈറ്റുകൾ ഈ ആന്റിജനെതിരെ ആന്റിബോഡികൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ആന്റിബോഡികൾ ശരീരത്തിൽ തന്നെ നിലനിൽക്കുകയും പിന്നീട് എപ്പോഴെങ്കിലും ഈ ഒരു പാത്തജൻ, ശരിക്കുള്ള പാത്തജൻ വരികയാണെങ്കിൽ അതിനെ പെട്ടെന്ന് നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. Complete the illustration suitably related to antibiotics. ആന്റിബയോട്ടിക്സിന്റെ യൂസും സൈഡ് എഫക്റ്റുകളും ആണ് ചോദിക്കുന്നത് അല്ലെ? യൂസ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഡിസീസുകളെ ഇല്ലാതാക്കാനായിട്ടാണ്, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഡിസീസുകൾക്ക് എതിരായിട്ടാണ് നമ്മൾ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത്. ബാക്ടീരിയകളെ നശിപ്പിക്കാനാണ്. അതിന്റെ സൈഡ് എഫക്റ്റുകൾ പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാത്തജൻസിന് ഈ ആന്റിബയോട്ടിക്കിനെതിരെ ഇമ്മ്യൂണിറ്റി കിട്ടും. ഓക്കെ, പിന്നെ നമ്മളുടെ ശരീരത്തിനകത്തുള്ള ആവശ്യമുള്ള ബാക്ടീരിയകളെ കൂടി നശിപ്പിക്കാൻ ആർക്ക് കഴിയുന്നു? ഈ ആന്റിബയോട്ടിക്സിന് കഴിയുന്നു. പിന്നെ ചില വൈറ്റമിൻസിന്റെ ഒക്കെ ക്വാണ്ടിറ്റി കുറയുകയും ചെയ്യുന്നുണ്ട്. The wound scar does not remain always. Right reason. നമുക്കറിയാം ചില സമയങ്ങളിൽ മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവിന്റെ ആ ഒരു പാട് പെട്ടെന്ന് പോകും അല്ലെ? ചില സമയത്ത് അതെങ്ങനെ നിലനിൽക്കും? അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ടു പോയ സെല്ലുകൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ wound scar ഉണ്ടാവില്ല. പക്ഷെ നഷ്ടപ്പെട്ട പോയ സെല്ലുകളൊന്നും അവിടെ തിരിച്ചു വന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ആ wound scar അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. What are vaccines? Name the disease prevented by following vaccines. അപ്പൊ എന്താണ് വാക്സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണൈസേഷനിൽ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളാണ് വാക്സിൻസ് എന്ന് പറയുന്നത് അല്ലെ? ഇതൊന്നില്ലെങ്കിൽ ലൈവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള ജേംസ് ആവാം, അല്ലെങ്കിൽ ഈ പാത്തജൻസിന്റെ സെല്ലുലാർ പാർട്സോ അല്ലെങ്കിൽ അവയിൽ നിന്ന് എടുത്തിട്ടുള്ള ടോക്സിൻസോ ന്യൂട്രലൈസ്ഡ് ടോക്സിൻസോ ഒക്കെ ആവാം. BCG എന്ന് പറയുന്നത് ട്യൂബർകുലോസിസിന് അഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കുന്ന വാക്സിൻ ആണ്. OPV ഓറൽ പോളിയോ വാക്സിൻ ആണ്. അപ്പൊ പോളിയോക്ക് എതിരായിട്ട് എടുക്കുന്നതാണ്. എന്താണ് വാക്സിൻ എന്ന് എഴുതുക. പിന്നെ ആ രണ്ട് വാക്സിൻസ് എന്തിനെതിരെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് എഴുതുക. ഈ വാക്സിൻസ് ഒക്കെ ശരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇനി പ്രീവിയസ് ഇയർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. Lymphocytes are produced in bone marrow and are of two types by considering the place where they mature. Name the two types of lymphocytes. Name the place where they mature. രണ്ട് ലിംഫോസൈറ്റുകൾ ഏതൊക്കെയാണ്? ബി ലിംഫോസൈറ്റുകളും ടി ലിംഫോസൈറ്റുകളും. ബി ലിംഫോസൈറ്റ്സ് ബോൺ മാരോയിലാണ് മെച്ചൂർ ആവുന്നത്. ടി ലിംഫോസൈറ്റ് തൈമസ് ഗ്ലാൻഡിലാണ് മെച്ചൂർ ആവുന്നത്. നിങ്ങൾ ഇപ്പൊ തന്നെ ഇത് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഗുണമായിരിക്കും. കാരണം ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ലിംഫോസൈറ്റുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്നത്. നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ബയോ അബോർഡ് എന്ന ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.